ഇന്ന് ഒക്ടോബർ 7 ഇസ്ലാമിക തീവ്രവാദത്തിന്റെ മറ്റൊരു ഭീകരമുഖം ലോകത്തിനു മുൻപിൽ വെളിവാക്കപ്പെട്ട ദിനം. 2 വർഷങ്ങൾക്ക് മുൻപ് ഇന്നേ ദിവസമാണ് ലോകം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ക്രൂരതകളുമായി ഹമാസ് ഭീകരർ ഇസ്രായേലിൽ അതിക്രമിച്ചു കയറി നരനായാട്ട് നടത്തിയത്. ഹമാസ് ക്രൂരതയ്ക്കു മുൻപിൽ ഇസ്രായേൽ മാത്രമല്ല, ലോകം തന്നെ പകച്ചുപോയ ദിനം. ഗാസ മുനമ്പിൽ നിന്ന് കര, കടൽ, വ്യോമ മാർഗങ്ങളിലൂടെ ഹമാസ് ഇസ്രായേലിലേക്ക് നുഴഞ്ഞുകയറി. വാരാന്ത്യ അവധി ദിനത്തിലെ കളിച്ചിരിയിൽ മുഴുകിയിരിക്കുകയായിരുന്നു ഇസ്രായേൽ ജനത. നനച്ചിരിക്കാത്ത നേരത്താണ് ഭീകര സംഘടനയായ ഹമാസ് അവിടേക്ക് കടന്നു ചെല്ലുന്നത്. ഒരു വേള എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും ഇസ്രായേലുകാർക്ക് നിശ്ചയമില്ലായിരുന്നു. സുക്കോത്ത് അവസാനിക്കുന്ന ജൂത അവധി ദിവസമായ ഷെമിനെ അറ്റ്സറിറ്റിലാണ് ആക്രമണം നടന്നത്. ഇസ്രായേൽ പ്രതിരോധ സേനയിലെ നിരവധി സൈനികർ അന്ന് അവധിയിലായിരുന്നു. IDFന്റെ ശ്രദ്ധ ഹിസ്ബുളയുമായി സംഘർഷം രൂക്ഷമായിരുന്ന ഇസ്രായേലിന്റെ വടക്കൻ അതിർത്തിയിലായിരുന്നു. ഒക്ടോബർ 7 രാവിലെ 6:30 ആരംഭിച്ച ആക്രമണം വെറും 20 മിനിറ്റിനുള്ളിൽ 5000-ത്തിലധികം റോക്കറ്റുകളെങ്കിലും ഇസ്രായേലിലേക്ക് വിക്ഷേപിച്ചു. ഇസ്രായേലിൽ റോക്കറ്റുകൾ വർഷിച്ചപ്പോൾ ഹമാസിൽ നിന്നും പലസ്തീൻ ഇസ്ലാമിക് ജിഹാദിൽ നിന്നുമുള്ള കുറഞ്ഞത് 6000 തീവ്രവാദികൾ സ്ഫോടക വസ്തുക്കളും ബുൾഡോസറുകളും ഉപയോഗിച്ച് ഇസ്രായേലിലേക്ക് നുഴഞ്ഞുകയറി. സമീപത്തുള്ള നിരവധി ഇസ്രായേൽ സൈനിക പോസ്റ്റുകളുടെ ആശയവിനിമയ ശൃംഖലകൾ അവർ പ്രവർത്തനരഹിതമാക്കി. ഇതോടെ സൈനിക താവളങ്ങൾ ആക്രമിക്കാനും സിവിലിയൻ പ്രദേശങ്ങളിലേക്ക് ആരും കണ്ടെത്താതെ പ്രവേശിക്കാനും ഭീകരർക്ക് കഴിഞ്ഞു. ആക്രമണത്തിൽ നിരവധി സൈനികർ കൊല്ലപ്പെട്ടു. ഇസ്രായേൽ ആക്രമിച്ച് 251 പേരെയാണ് ഹമാസ് ബന്ദികളാക്കിയത്. 1200 പേർ കൊല്ലപ്പെട്ട ഈ ആക്രമണമാണ് ഗാസയിൽ യുദ്ധം തുടങ്ങാൻ കാരണമായത്. ഇസ്രായേലിലെ സാധാരണക്കാർ, സ്ത്രീകൾ, കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഹമാസ് ക്രൂരത അഴിച്ചുവിട്ടു. നിരവധി സ്ത്രീകളെ അതിക്രൂരമായ ബലാത്സംഗത്തിനിരയാക്കി. കൊല്ലപ്പെട്ടവരും ബന്ദികളാക്കപ്പെട്ടവരും ഉൾപ്പെടെ ഇരകളിൽ ഗാസ മുനമ്പിനടുത്തുള്ള കിബുത്സിമിലെ കുടുംബങ്ങളും വീടുകളിൽ വെച്ച് ആക്രമിക്കപ്പെട്ടവരും നോവ സംഗീതോത്സവത്തിൽ പങ്കെടുത്തവരും ഉൾപ്പെടുന്നു. ഭൂരിഭാഗവും ഇസ്രായേൽ പൗരന്മാരായിരുന്നു. വിദേശ പൗരന്മാരും ഇരട്ട പൗരത്വമുള്ളവരും ഇതിൽ ഉൾപ്പെടുന്നു. ഹോളോകോസ്റ്റിന് ശേഷം ജൂത ജനത കണ്ട ഏറ്റവും വലിയ ആക്രമണമായിരുന്നു ഇത്. ഹമാസ് തടവിൽ കഴിയുന്ന 251 ബന്ദികളിൽ 48 പേരെയാണ് ഇനി മോചിപ്പിക്കാനുള്ളത്. അതിൽ തന്നെ 20 പേർ മാത്രമേ ജീവനോടെയുള്ളൂ എന്നാണ് കരുതപ്പെടുന്നത്. നിരവധി ഇസ്രായേൽ പൗരന്മാരുടെ സ്വപ്നങ്ങളാണ് ഹമാസ് ഭീകരരുടെ കരാളഹസ്തങ്ങളിൽപ്പെട്ട് പൊലിഞ്ഞ് ഇല്ലാതായത്. ശിരസ്സുകളെ ഛേദിച്ച് അഗ്നിക്കിരയാക്കപ്പെട്ട നിരവധി മനുഷ്യജന്മങ്ങളും സ്ത്രീത്വത്തിന്റെ മഹനീയതയെ കളങ്കിതപ്പെടുത്തി നിരാലംബരായ സ്ത്രീകളെ അതിക്രൂരമായി മാനഭംഗപ്പെടുത്തി പീഡിപ്പിച്ച ഹമാസ് ഭീകരരുടെ സംഹാര താണ്ഡവമാടിയ ഒക്ടോബർ 7 ഇസ്രായേലിന്റെ ചരിത്രത്തിലെ കയ്പ് നിറഞ്ഞ ഓർമ്മകളാണ് ഓരോ യഹൂദനും, പ്രത്യേകിച്ച് ലോക മനസാക്ഷിക്കും സമ്മാനിക്കുന്നത്. ഹമാസിന്റെ ആസൂത്രിത സൈനിക നീക്കത്തിന്റെ അലയൊലികൾ ഇപ്പോഴും അടങ്ങിയിട്ടില്ല. എന്നാൽ ഹമാസിനെ ഇല്ലാതാക്കാതെ ലക്ഷ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത്. ഹമാസ് നരനായാട്ടിന് ഇന്ന് 2 വർഷം തികയുമ്പോൾ ട്രംപിന്റെ സമാധാന പദ്ധതി വിജയിക്കുമെന്നും ഈ ആഴ്ചയിൽ തന്നെ ബന്ദികളെയും തിരികെ കൊണ്ടുവരാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇസ്രായേൽ. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കൈന ന്യൂസ്.